സുഗമോ ദേവി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക ഇടപെട്ട് ഋഷിയെ കാണാതായ കേസ് ശക്തമായിട്ട് അന്വേഷിക്കുന്നു. ഡിവൈഎസ്പിക്ക് കേസ് അന്വേഷണത്തിൽ വലിയ താല്പര്യമില്ലെന്ന് കണക്കാക്കി അരുന്ധതിയുടെ പരാതി പ്രകാരം കേസ് അന്വേഷണം മറ്റ് ഓഫീസേഴ്സിന് കൊടുക്കാൻ പോലും ദേവിക തയ്യാറാകുന്നു. ഇതൊക്കെ നമ്മുടെ കെവിനും എസബെല്ലയും അതുപോലെ ഡിവൈഎസ്പിയും പരസ്പരം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എസബെല്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കെവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ദേവിക ഭർത്താവിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെയാ കേസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. മിക്കവാറും വല്യച്ഛനെ കേസിൽ നിന്ന് മാറ്റാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തന്നെയായിരിക്കും അകത്തു പോകുന്നത്. ഇനി വരുന്ന ഓഫീസർ ശരിക്കും കേസെങ്ങാനും അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അകത്താവും. അത് മറക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒരു വഴിയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ദേവികയെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് തടയണം. അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലെന്ന് എസബെല്ല പറയുന്ന സമയത്ത് നമ്മുടെ കെവിനാണെങ്കിൽ നന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എസബെല്ല ഇതുപോലെയൊക്കെ തന്നോട് പറഞ്ഞു ഒന്നും. ദേവിക കേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അന്വേഷിപ്പിക്കാൻ എല്ലാവർക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതും പ്രകാരം കേസ് അന്വേഷണം ശക്തമായിട്ട് പോകും. എങ്ങനെ പോകുകയാണെങ്കിൽ അധികം താമസിക്കാതെ നമ്മൾ രണ്ടുപേരും നിയമത്തിന് മുന്നിൽ വരുമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനാകുന്നു. നീ ടെൻഷനാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്. നീ നിൻ്റെ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയമായി. നീ കുറ്റം ചെയ്തു എന്നൊന്നും പറയേണ്ട. പക്ഷേ കേസ് അന്വേഷണമായിട്ട് ദേവി ഇറങ്ങാൻ പാടില്ല. അതിനുള്ള പോംവഴി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യണം. അത് നിനക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം നന്ദനാണെങ്കിൽ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവി കേസന്വേഷണം സ്ട്രോങ് ആക്കിയിരിക്കുക. ഇങ്ങനെ പോകുവാണെങ്കിൽ ഞാൻ അകത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പം എസബെല്ല വഴി കേസ് അന്വേഷണം തൽക്കാലം ഒന്ന് ഒതുക്കി വെച്ചിരുന്നതാ. ആ അരുന്ധതി മേഡം നേരിട്ട് ദേവിയോട് കാര്യങ്ങൾ പറഞ്ഞത് കാരണം ദേവി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ദേവി മോളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോനെ. നീ ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. അതുകൊണ്ടാ മോൻ പേടിക്കണ്ട. ഇന്ന് ദേവിയും സിദ്ധു ഇങ്ങ് വരട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മ ഏതറ്റം വരെയും പോകും. ഞാൻ മുമ്പേ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉറപ്പായിട്ടും കേസ് അന്വേഷണം മോൻ്റെ മേർക്കെങ്ങാനും വരുവാന്നുണ്ടെങ്കിൽ ആ കുറ്റം ഈ അമ്മ ഏറ്റെടുത്ത് അകത്ത് പോയി കിടന്നോളാം. എങ്കിൽ തന്നെയും എൻ്റെ മോനൊരു ആപത്ത് വരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതല്ല അമ്മ, ഇതെങ്ങാനും അരുന്ധതി മേഡം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇപ്പം അമ്മയായാലും ഞാനായാലും ഋഷിയെ അപായപ്പെടുത്തിയെന്നെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. മോൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഒരുവിധം മോനൊന്ന് ഓക്കെയായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേസമയം വൈകിട്ട് പാർട്ടി ഓഫീസിലെ മീറ്റിങ്ങുകളും അതുപോലെ MLAയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവികയും സിദ്ധാർത്ഥനും കൂടി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ദേവിയോട് പ്രഭാവതി ചോദിക്കുന്നു, അല്ല മോളെ നീ എന്തിനുള്ള പുറപ്പാടാ? എന്താ അമ്മ, എന്താ കാര്യം? അതല്ല, ഋഷിയുടെ കേസ് മോൾ എന്തിനാ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ പോലീസുകാർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കർത്തവ്യം മാത്രമേ ചെയ്തുള്ളൂ. രാമപുരം നിയോജക മണ്ഡലത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ എന്ത് പറയാനും എനിക്ക് അധികാരമുണ്ടല്ലോ. ഋഷി നമുക്ക് പരിചയമുള്ളൊരു പയ്യനല്ലേ. അവനെ കാണാതായത് അന്വേഷിക്കേണ്ട ചുമതല നമുക്കും കൂടി ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാനും നന്ദനും കുറേ നാൾ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളം കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറം ഭാരിച്ച കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ചെയ്യണമെന്നില്ല. എന്താ പ്രഫേ ഈ പറയുന്നത്? നമ്മുടെ മോനെ പോലൊരു പയ്യനല്ലേ അവനും. ഇവനേക്കായും പ്രായം കുറവും. ആരെങ്കിലും ഇനി തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടോയെന്ന് ആർക്കറിയാം? അവനെ രക്ഷിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കും ഇല്ലേ? കേസ് അന്വേഷിക്കട്ടെ, അതിന് താനെന്തിനാ ഭയക്കുന്നത്? നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിന് ആരെങ്കിലും തല്ലിക്കൊന്നില്ലേലേ ഉള്ളൂ അതിശയം. അവൻ അത്രയും ദുഷ്ടനാ. കൊന്നെങ്കിൽ കൊല്ലട്ടെ, നമ്മളെന്തിനാ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ എന്ന് പറയുമ്പോൾ പ്രഫേ, ചുമ്മാ ഔദ്യോഗിക കാര്യങ്ങളിൽ നീ ഇടപെടരുതെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നീയെങ്കിലും നിൻ്റെ അമ്മയെ പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നെന്താ എന്ന് പറഞ്ഞ് സിദ്ധു അങ്ങ് പോകുമ്പോഴത്തേക്കും ദേവികയ്ക്ക് എന്തെന്നില്ലാത്തൊരു പന്തികേട്. എന്താ അമ്മ, എന്താന്ന് വെച്ചാലും തുറന്നു പറ. അമ്മ എന്തിനാ ഭയക്കുന്നത്? എന്തെങ്കിലും അമ്മയ്ക്ക് എന്നോട് തുറന്നു പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രഭയാണെങ്കിൽ നന്ദനെ നോക്കുന്നു. എനിക്കൊന്നും തുറന്നു പറയാനില്ല മോളെ. ഋഷിയുടെ കേസ് അധികം ഗൗരവത്തോടെ ഒന്നും കാണേണ്ട കാര്യമില്ല. അവൻ അത്ര നല്ലവനല്ല. തിരികെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ തകർക്കാനേ അവൻ നോക്കൂ. അമ്മ പേടിക്കണ്ട. തിരികെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് നമ്മളോടുള്ള പകയൊക്കെ മാറും. കാരണം അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാർ നമ്മളാണെന്ന് അറിയുമ്പോൾ അവൻ്റെ പക മാറില്ലേ? അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ദേവിയും പോകുന്നു. അതേസമയം നന്ദൻ വിഷമിക്കുന്നത് കണ്ടിട്ട് നന്ദനെ കെട്ടിപ്പിടിച്ച്
സമാധാനിക്കുന്ന പ്രഭയെ മേളിൽ നിന്ന് എല്ലാം ദേവിയാണെങ്കിൽ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അതോടെ ദേവികയ്ക്ക് ചില സംശയങ്ങളുണ്ടാകുന്നു. കാരണം ഋഷിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എപ്പോഴും അമ്മ ചൂടാകും, അല്ലെങ്കിൽ നന്ദനും എന്തെന്നില്ലാത്തൊരു ടെൻഷനുണ്ട്. ഇനി ഋഷിയെ കാണാതായതും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം ദേവികയുടെ മനസ്സിൽ ഉറയ്ക്കുന്നു. എന്താകുമെന്ന് കാത്തിരിക്കാം. അധികം താമസിക്കാതെ ഇങ്ങനെ പോകുവാണെങ്കിൽ ദേവിക തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും.